HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് നേഹ ഫാത്തിമ, അതിഥി അനാമിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ശബരിമല കേന്ദ്ര സർക്കാർ വാദം പൂർത്തിയായി. എയർ ഇന്ത്യ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കും. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ പുലി ചത്തു. മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. യാത്രക്കാരിൽ 57% യുവ വോട്ടർമാരെന്ന് റെഡ് ബസ്. വെടിനിർത്തലിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച ഇന്ത്യ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ശബരിമല കേന്ദ്ര സർക്കാർ വാദം പൂർത്തിയായി. സ്ത്രീകളുടെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച 7 ഭരണഘടനാ ചോദ്യങ്ങളിൽ സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ വാദം വ്യാഴാഴ്ചയും തുടരും. കേന്ദ്ര സർക്കാരിൻ്റെ വാദം ബുധനാഴ്ച പൂർത്തിയായി. ഓരോ പ്രതിഷ്ഠയ്ക്കും അന്തർലീനീയമായ പ്രത്യേകതയുണ്ടെന്നും അവ കോടതി പരിശോധിക്കേണ്ടതില്ലെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. എയർ ഇന്ത്യ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കും. എയർ ഇന്ത്യ ഗ്രൂപ്പ് ആഭ്യന്തര അന്താരാഷ്ട്ര പാതകളിലെ ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചു. ഇതോടെ ടിക്കറ്റ് നിരക്കും വർദ്ധിക്കും. ആഗോള വിമാന ഇന്ധന വില ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ചതോടെയാണ് പുതിയ തീരുമാനം. ഏപ്രിൽ 8 ബുധനാഴ്ച മുതൽ പുതിയ ചാർജുകൾ നിലവിൽ വരും. യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കുള്ള പുതിയ സർചാർജ് ഏപ്രിൽ 10 വെള്ളിയാഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വരിക. പെട്രോളിയം മന്ത്രാലയവും വ്യോമയാന മന്ത്രാലയവും ചേർന്ന് ഡൊമസ്റ്റിക് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ വില വർധന 25% പരിമിതപ്പെടുത്തിയതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയുടെ നടപടി. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റുകളിലും പുതിയ മാറ്റം പ്രതിഫലിക്കും. അന്താരാഷ്ട്ര യാത്രകൾക്ക് കുത്തനെ ഉയർത്തിയ നിരക്കാകും എയർലൈൻസ് ഈടാക്കുക. അന്താരാഷ്ട്ര ADF വിലയിൽ നിയന്ത്രണങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ല. കൂട്ടിയ നിരക്കിൽ മുഴുവനും ഇന്ധന ചെലവിലേക്ക് മാത്രം പോകില്ല. ഒരു ഭാഗം എയർലൈൻ തന്നെ ഈടാക്കും. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ പുലി ചത്തു. കൽപ്പറ്റ, വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയിരുന്ന പുലി ചത്തു. വനംവകുപ്പ് വല ഉപയോഗിച്ചാണ് പുലിയെ പിടികൂടിയത്. പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വനംവകുപ്പ് അറിയിച്ചു. 3 ആളുകളെ പുലി കൊന്നിരുന്നു. പ്രദേശവാസിയായ വാസുദേവൻ നായരുടെ ആടുകളെയാണ് കൊന്നത്. കുപ്പാടി മൃഗപരിചരണ കേന്ദ്രത്തിൽ പരിശോധനയിലാണ് പുലി ചത്തതായി സ്ഥിരീകരിച്ചത്. പിടികൂടിയ പുലിക്ക് ഗുരുതരമായ പരിക്കേറ്റതായി പരിശോധനയിൽ വ്യക്തമായിരുന്നു. പുലി അവശനായ നിലയിലാണ് കണ്ടെത്തിയതെന്നും പുലിയുടെ ജഡം വെറ്റിനറി ഡോക്ടർ വിശദമായി പരിശോധിക്കുമെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണകാരണം വ്യക്തമാകുകയുള്ളെന്നും അധികൃതർ അറിയിച്ചു. മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. വീണ്ടും സംഘർഷം രൂക്ഷമായ മണിപ്പൂരിൽ ഭീതി ഒഴിയുന്നില്ല. ബിഷ്ണുപൂരിൽ വീടിനു നേരെയുണ്ടായ ആക്രമണത്തിൽ 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞുൾപ്പെടെ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതോടെ വഷളമായ സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നാണ് അധികൃതരുടെ വാദം. ഇഫാൽ ഈസ്റ്റ്, ഇഫാൽ വെസ്റ്റ്, ബിഷ്ണുപൂർ, തൗബാൽ എന്നീ ജില്ലകളിൽ വൻതോതിൽ സുരക്ഷാ സേന വിന്യസിച്ചിട്ടുണ്ട്. യാത്രക്കാരിൽ 57% യുവ വോട്ടർമാരെന്ന് റെഡ് ബസ്. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവരിൽ 57% പേർ യുവജനങ്ങളെന്ന് പ്രമുഖ ഓൺലൈൻ ബസ് ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായ റെഡ് ബസ് സർവേ. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലെ ശക്തമായ വർധനയെ സൂചിപ്പിച്ച് ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 9 വരെയുള്ള ബുക്കിംഗിൽ 17% വർധനയുണ്ടായേക്കുമെന്ന് റെഡ് ബസ് ഡാറ്റ സൂചിപ്പിക്കുന്നു. മൊത്തം യാത്രക്കാരിൽ 64% പുരുഷന്മാരാണെന്നും അവരിൽ 53% യുവ വോട്ടർമാരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. വെടിനിർത്തലിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച ഇന്ത്യ. ഇറാനിലെ ഇന്ത്യക്കാരുടെ സൂക്ഷ്മതയ്ക്ക് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനുള്ള ചർച്ചകൾക്കായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഖത്തറിലെത്തി. വെടിനിർത്തൽ കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്തെങ്കിലും അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. എല്ലാ ഇന്ത്യക്കാരോടും ഉടനെ ഇറാൻ വിടണമെന്നും ഇറാൻ കടൽ മേഖലയിലുള്ള നാടുകൾ സുരക്ഷിത ഇടങ്ങളിൽ തുടരണമെന്നും എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. അർമീനിയ, അസർബൈജാൻ അതിർത്തികളിലൂടെ ഇറാൻ വിടാനാണ് ഇന്ത്യ സൗകര്യം ഏർപ്പെടുത്തിയത്. ആഘോഷിച്ച് ഇറാൻ ജനത. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ വൻ ആഘോഷം. ഈ ക്ലബ് സ്കോറിൽ ആയിരക്കണക്കിന് ആളുകൾ ഇറാന്റെ പതാകകളും പരമോന്നത നേതാവിന്റെ ചിത്രങ്ങളുമായി തെരുവിലിറങ്ങി. കരാർ തങ്ങളുടെ രാഷ്ട്രീയ വിജയമായാണ് ഇറാൻ ഔദ്യോഗികമായി വിശേഷിപ്പിക്കുന്നത്.
ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അമേരിക്ക അംഗീകരിച്ചതായും ഇറാൻ ഭരണകൂടത്തെ തകർക്കാൻ ലക്ഷ്യമിട്ട് US-ഉം ഇസ്രയേലും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടതായും ഇറാൻ കൂട്ടിച്ചേർത്തു. വെടിനിർത്തലിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച ഇന്ത്യ ഇറാനിലെ ഇന്ത്യക്കാരുടെ സൂക്ഷ്മതയ്ക്ക് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനുള്ള ചർച്ചകൾക്കായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഖത്തറിലെത്തി. വെടിനിർത്തൽ കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്തെങ്കിലും അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. എല്ലാ ഇന്ത്യക്കാരോടും ഉടനെ ഇറാൻ വിടണമെന്നും ഇറാൻ കടൽ മേഖലയിലുള്ള നാടുകൾ സുരക്ഷിത ഇടങ്ങളിൽ തുടരണമെന്നും എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. അർമീനിയ, അസർബൈജാൻ അതിർത്തികളിലൂടെ ഇറാൻ വിടാനാണ് ഇന്ത്യ സൗകര്യം ഏർപ്പെടുത്തിയത്. സ്വർണ്ണവില വീണ്ടും ഉയരങ്ങളിലേക്ക്. ഒരു പവൻ സ്വർണത്തിന് 1,12,200 രൂപയായി. കൊച്ചി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഇന്നലെ 2 തവണയായി സ്വർണ്ണവില ഉയർന്നതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വിപണിയിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചത്. രാവിലെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ വിപണി വില 1,12,200 രൂപയായി ഉയർന്നു. ഗ്രാമിന് 14,225 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ശബരിമല കേന്ദ്ര സർക്കാർ വാദം പൂർത്തിയായി. എയർ ഇന്ത്യ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കും. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ പുലി ചത്തു. മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. യാത്രക്കാരിൽ 57% യുവ വോട്ടർമാരെന്ന് റെഡ് ബസ്. വെടിനിർത്തലിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച ഇന്ത്യ പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി ഫാത്തിമ ഇന്നാര 5C. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ചന്ദ്രനെ മനുഷ്യന്റെ കൈപ്പിടിയിലാക്കാനുള്ള ആർട്ടിമിസ് ദൗത്യത്തിലെ നിർണായകമായ എത്രാമത്തെ ആർട്ടിമിസ് ഘട്ടമാണ് 4 യാത്രക്കാരുമായി വിജയകരമായി ആരംഭിച്ചത്? ഉത്തരം ആർട്ടിമിസ് 2. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.